ഇൻവേഷന് മുമ്പ് ഞങ്ങൾക്ക് 28,000 ആൾക്കാരുണ്ടായിരുന്നു. ഈ ഇൻവേഷൻ അല്ല, സോറി, കോവിഡിന് ഞങ്ങൾ ഒരു കമ്പനി മാത്രമാണ് ആൾക്കാരെ റിപ്പാട്രിയേറ്റ് ചെയ്തത്, ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട്. അല്ല, ഒരുത്തരും അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ ഇവിടോ കുവൈറ്റില് I think 6, 7, I don't know exactly, 7 or 8 ഞങ്ങൾക്ക് ഡിഫറെന്റ് 7,000-8,000 ആൾക്കാരുണ്ട് കുവൈറ്റില്. ടോട്ടൽ ഞങ്ങൾക്ക് ഏകദേശം എനിക്ക് വന്ന ഒരു 10,000-20,000 ആൾക്കാർ കാണും. Yes, yeah. And you are into construction. We are in the different things. We are in construction, we are in retail, we are in manufacturing of pressure vessels, we are in all those things. We are in a different field. In now, സാമ്പത്തിക സഹായം ഞങ്ങളിപ്പം ഇവരുടെ ഈ ഇതിനു വേണ്ടി ആവശ്യത്തിന് ഞങ്ങൾ 25,000 റുപ്പീസ് എല്ലാ വീടുകളിലും എത്തിച്ചു. എല്ലായിടത്തും, ഇന്ത്യയിലുള്ള എല്ലായിടത്തും എത്തിച്ചു. അവരോട് ഞങ്ങളുടെ കണ്ടോളൻസ് അറിയിച്ചു. പിന്നെ ഇപ്പോഴ് ഓരോരുത്തരെയും മക്കള് അവരും ഞങ്ങളുടെ ഡയറക്ടേഴ്സാണ് അവരും ഞങ്ങളുടെ മാനേജേഴ്സും കൂടെ ഈ 2 പേര് ഓരോരുത്തരത്തും പോയി അവരെ കണ്ടിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ഡീറ്റെയിലും എടുക്കുന്നതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇത് കൊടുക്കും. അവരുടെ ഡീറ്റെയിൽ നമുക്ക് വേണം. ആരൊക്കെയുണ്ട്, ഹസ്ബൻഡ് ഐ മീൻ മരിച്ച ആളിന്റെ ഭാര്യ, കുഞ്ഞുങ്ങള്, അപ്പന്, അമ്മ. അപ്പം ഈ ഇതില് നമുക്ക് നമുക്ക് ഇട്ടിട്ട് ഇവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് ആൻഡ് ചിൽഡ്രനാണ് ഇതിന്റെ അകത്ത്. അത് ആസ് പെർ ദി നോ നമുക്ക് തന്നെ തീരുമാനിക്കുന്നത്. ഇതിന് ലോ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ പെർസെന്റേജ് ഫാദറിനും കിട്ടും. അതല്ല, എംബസിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ വി ആർ സ്റ്റാർട്ടഡ് ദി വർക്ക്. 8 ലക്ഷം രൂപ, അത് 8 ലക്ഷം രൂപ അത് കൊടുക്കും. പിന്നെ ഇമ്മീഡിയറ്റ്ലി അതെന്റെ ആഗ്രഹം ഒരു 4-5 ദിവസത്തേക്കാകും കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അങ്ങനെ. പിന്നെ ഇവരുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഇവരെല്ലാവരും ലൈഫ് ഇൻഷുറൻസ് കുവൈറ്റിലെ തീപിടുത്തത്തിൽ മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെ 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ തൊഴിലാളികളുടെ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉൾപ്പെടെ അവിടുത്തെ തൊഴിലുടമയായിട്ടുള്ള NBTC കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള KG എബ്രഹാം, മലയാളിയായിട്ടുള്ള KG എബ്രഹാമാണ് കേരളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അർഹമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകും. കമ്പനി എല്ലാവിധത്തിലും തൊഴിലാളികളെ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് KG എബ്രഹാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.